കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ ഡൽഹിയിൽ കേരള സർക്കാരിന്റെ പ്രതിഷേധം ഇന്ന് രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ജന്തർ മന്ദറിലാണ് സമരം. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പങ്കെടുക്കും. കോൺഗ്രസ് സമരത്തെ പിന്തുണയ്ക്കുന്നില്ല. കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരായ പ്രതിഷേധത്തെ ദേശീയ തലത്തിലെ പ്രതിപക്ഷ പ്രതിഷേധമാക്കാനാണ് സംസ്ഥാന സർക്കാരിന്റെ ശ്രമം. രാവിലെ 10:30 മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരള ഹൌസിൽ നിന്നും പ്രതിഷേധ മാർച്ചായി ജന്തർ മന്ദറിലെ പ്രതിഷേധ വേദിയിലേക്ക് നീങ്ങും. 3 നിരകളിലായി 120 പേർക്ക് ഇരിക്കാനുള്ള ക്രമീകരണമാണ് സമരവേദിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും പ്രതിഷേധത്തിനെത്തുന്ന ദേശീയ നേതാക്കളും മുൻനിരയിലിരിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ, NCP അധ്യക്ഷൻ ശരത് പവാർ, കപിൽ സിബൽ, ഫാറൂഖ് അബ്ദുള്ള തുടങ്ങിയവരും DMK, സമാജ്വാദി പാർട്ടി, JMM, RJD എന്നീ പാർട്ടികളുടെ പ്രതിനിധികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ വിവിധ സംഘടനകളും പ്രതിഷേധത്തിന്റെ ഭാഗമാകും. ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളും പ്രതിഷേധത്തിൽ പങ്കെടുക്കുമ്പോൾ കോൺഗ്രസ് വിട്ടുനിൽക്കും. 24 ഡൽഹി. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ കേരള സർക്കാരിന്റെ പ്രതിഷേധം ഡൽഹിയിൽ നടക്കുമ്പോൾ ഭൂരിഭാഗം ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ഈ തീരുമാനം? ഒപ്പം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. പ്രവിത, ഗുഡ് മോർണിംഗ്. നമുക്ക് ഒരുക്കങ്ങൾ, ഞാൻ ഈ നിൽക്കുന്ന ഇടത്താണ് ഇന്ന് ഈ സമരം നടക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആദ്യം കേരളം ഇവിടെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ബോർഡുകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം വരാം. ഇവിടെ എല്ലാം കേരളത്തിൻ്റെ ഈ സമരമൊക്കെ വിവരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ന് ഉള്ള കാര്യങ്ങൾ എന്താണ്, ഈ സമരത്തിൻ്റെ ലക്ഷ്യം എന്നതടക്കമുള്ള കാര്യങ്ങൾ വിവരിക്കുന്ന ബോർഡുകളൊക്കെ ഇതിനകം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതാണ് ആ വേദി, ഈ സമരം നടക്കാനായിട്ട് പോകുന്ന വേദി ഈ കാണുന്നതാണ്. ആദ്യം നിശ്ചയിച്ചിരുന്നത് 3 നിരകളിലായിട്ട് അതിഥികൾക്ക് ഇരിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ വേദി തയ്യാറാക്കുക എന്നത് ആയിരുന്നു. എന്നാൽ ഈ അതിഥികളുടെ എണ്ണം കൂടുതലായതുകൊണ്ട് ഇപ്പോൾ ഈ 5 നിരകളിലായിട്ടാണ് വേദി ക്രമീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഒക്കെ ആദ്യത്തെ മുൻപിൽ ആയിരിക്കും, മറ്റുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ പിന്നാലെ ഇരിക്കും. അങ്ങനെ 5 നിരകളിലായിട്ട് ഈ വരുന്ന സമരത്തിന് പങ്കെടുക്കാൻ എത്തുന്നവർക്ക് ഇരിക്കാൻ പറ്റുന്ന വിധത്തിലാണ് വേദി തയ്യാറാക്കിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു 11 മണിയോടുകൂടി സമരം നടക്കും. ഈ സമരം നടക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചയായിട്ട് ഉണ്ടാവുക മറ്റ് സഖ്യ നേതാക്കളെല്ലാം, നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ മറ്റു ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം ഈ സമരത്തിന്റെ വേദിയിലേക്ക് എത്തും. ആശംസകൾ നേരാനൊക്കെ ആയിട്ട് അവരുണ്ടാകും. പക്ഷേ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാക്കൾ ആരും ഈ വേദിയിലേക്ക് എത്തില്ല. അവരെ സംബന്ധിച്ച് അവർ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാരണങ്ങൾ അതിന് പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും അഴിമതിയുമാണ്. ഇന്നലെ അടക്കമുള്ള ദിവസങ്ങളിൽ ഈ കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കർണാടകത്തിൽ നിന്നുള്ള സമരം ഇന്നലെയാണ് നടന്നത്. ആ ഘട്ടത്തിൽ അവരോട് ഈ കേരളം നടത്തുന്ന സമരത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർക്ക് നയപരമായിട്ട് കേന്ദ്രത്തോട് ഈ കേരളം നടത്തുന്ന സമരത്തോട് ഒരു എതിർപ്പുമില്ല. പക്ഷേ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലൊക്കെ അടക്കം അത് സംസ്ഥാന ഘടകത്തിന്റെ തീരുമാനമാണ് എന്ന ഒരു നിലപാടിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ സമരത്തിൽ പങ്കെടുക്കാനായിട്ട് കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവരെ ക്ഷണിച്ചിട്ടുണ്ട്. അവർ വരുമോ എന്നതിനെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമായി വന്നിട്ടില്ല. ഏതായാലും രാഷ്ട്രീയമായിട്ട് ഇന്ന് കോൺഗ്രസ് പങ്കെടുക്കാത്തതിനെ ഉപയോഗിക്കാനായിട്ടുള്ള ഒരു തീരുമാനം ഇതിനകം LDF കൈക്കൊണ്ടിട്ടുണ്ട്. അത് ഇവിടേക്ക് എത്താത്തത്, കോൺഗ്രസ് എത്താത്തത് കേരളത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീകം അത് തങ്ങളാണ് എന്ന അവകാശവാദം ഉന്നയിക്കുക എന്നൊരു ലക്ഷ്യത്തിലേക്കാണ് LDFനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അവിടെ BJPയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം BJPയെ സഹായിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന ആരോപണമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉന്നയിക്കുക. ഇന്നലെ നമ്മൾ സംസാരിച്ച നേതാക്കന്മാരെല്ലാം ആ വിധത്തിലുള്ള ഒരു നിലപാടാണ് വ്യക്തമാക്കി കാണുന്നത്. സംസ്ഥാനത്തെ സംബന്ധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ധന ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടുക എന്നുള്ളതാണ് സംസ്ഥാനം പ്രധാനമായിട്ട് പറയുന്നത്. നികുതി വിഹിതം കൃത്യമായിട്ട് കേരളത്തിന് ലഭിക്കുന്നില്ല, അർഹമായ വിഹിതം കേരളത്തിന് ലഭിക്കുന്നില്ല. ഒപ്പം GST നഷ്ടപരിഹാരം അടക്കമുള്ളവയുടെ കാര്യത്തിൽ കേരളം ആവശ്യപ്പെട്ട രീതിയിൽ പരിഗണന ഉണ്ടാകുന്നില്ല. കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കണം എന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം പരിഗണിക്കുന്നില്ല. ധനക്കമ്മിയുടെ കാര്യത്തിൽ കേന്ദ്രം ഏതാണ്ട് 5% നിൽക്കുമ്പോൾ കേരളം 3% ധനക്കമ്മിയിൽ ഒതുക്കണം എന്ന് പറയുന്നതിന് ന്യായം ഫെഡറൽ തത്വം
തത്വങ്ങൾക്ക് എതിരാണ് തുടങ്ങിയിട്ടുള്ള വാദങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നത്. വലിയ കടക്കണിയിലേക്ക് സംസ്ഥാനം പോയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര വിരുദ്ധ സമരവുമായി രംഗത്തിറങ്ങിയേ മതിയാകൂ എന്നാണ് സംസ്ഥാന സർക്കാർ അവകാശപ്പെടുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ ഇതിന് യുക്തമാകുന്ന നിരവധി വാദങ്ങൾ ഇക്കാര്യത്തിൽ ഉന്നയിച്ചിരുന്നു. വാർത്താ സമ്മേളനം നടത്തിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ഏതായാലും 11 മണിയോടുകൂടി കേരള ഹൗസിൽ നിന്ന്, ഞാനിവിടെ നിൽക്കുന്നതിൻ്റെ ഏതാണ്ട് ഒരു 100-200 മീറ്റർ അപ്പുറത്താണ് കേരള ഹൗസ്. അതുകൊണ്ട് അത്രയും ദൂരം അവർ മാർച്ചായിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരിക. കേന്ദ്ര വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന ഒരു അന്തരീക്ഷത്തിലായിരിക്കും ഈ സമരം നടക്കാനായിട്ട് പോകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂടാതെ NCPയുടെ NCP ഇപ്പോൾ ഔദ്യോഗിക വിഭാഗം അല്ലാത്തതുകൊണ്ട് ശരത് പവാർ അടക്കമുള്ളവർ ഇവിടെ ഉണ്ടാകും. ഒപ്പം എല്ലാ സംസ്ഥാന സർക്കാരിലെ എല്ലാ മന്ത്രിമാരും ഉണ്ടാകും. വ്യത്യസ്ത കക്ഷി നേതാക്കൾ ഉണ്ടാകും. കപിൽ സിബലിനെ പോലെയുള്ള നേതാക്കന്മാർ ഉണ്ടാകും. അങ്ങനെ വലിയൊരു കൂട്ടായ്മയാക്കി, ഇന്ത്യ സഖ്യത്തിന്റെ ഒരു കൂട്ടായ്മയാക്കി ഈ വേദിയെ മാറ്റാനായിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉള്ളത്. CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ സീതാറാം യെച്ചൂരി അടക്കമുള്ളവരും ഈ യോഗത്തിന്റെ ഭാഗമായിട്ട് പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. രാധാകൃഷ്ണൻ, കേരളത്തിന്റെ സമരം ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ തമിഴ്നാടും ഇന്ന് സമരവുമായി രംഗത്തെത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാടിന്റെ സമരം എങ്ങനെയാകും? ഈ സമരത്തിന് പിന്തുണ തമിഴ്നാട് നൽകുന്നുണ്ട്. കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളുണ്ട്. അതിലൊരു കാര്യമുള്ളത്, ഈ തമിഴ്നാട്ടിൽ ഉള്ള സർക്കാരിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസും ഒപ്പം CPM ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ തമിഴ്നാടിൻ്റെ ആവശ്യങ്ങളെ ഈ രണ്ട് പാർട്ടികളും അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കേരളം നിലവിലുള്ള സാഹചര്യത്തിൽ ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങളോട് എല്ലാ അർത്ഥത്തിലും തങ്ങൾ യോജിക്കുന്നു എന്നാണ് തമിഴ്നാട് വ്യക്തമാക്കിയിട്ടുള്ളത്. തമിഴ്നാടിനെ സംബന്ധിച്ചും ഇതേ രീതിയിലുള്ള പ്രശ്നമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കേന്ദ്രം ഉപദ്രവിക്കാൻ നോക്കുന്നു, രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളാണ് ഇതിന് പിന്നിൽ എന്നതടക്കമുള്ള വാദം ഉയർത്താനാണ് ഇപ്പോൾ ഈ തമിഴ്നാടും ശ്രമിക്കുന്നത്. തമിഴ്നാട്ടിലെ നമുക്കറിയാവുന്നതുപോലെ തമിഴ്നാടിൻ്റെ സർക്കാരിനെ സംബന്ധിച്ച് ചില കേസുകൾ അടക്കമുള്ളവ അവർക്ക് വലിയ പ്രതിബന്ധമായിട്ടുണ്ട്. അത് കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ വരും ദിവസങ്ങളിലടക്കം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധത്തിലേക്കാണ് അവർക്ക് പോകുന്നത്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ വിഷയങ്ങൾ തമിഴ്നാട്ടിലും നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രവിഹിതം അർഹമായിട്ടുള്ള തോതിൽ തങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഒപ്പം ഈ മഴയടക്കമുള്ള കെടുതികൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ അതിനർഹമായിട്ടുള്ള വിഹിതം അനുവദിച്ചിട്ടില്ല. മറ്റു സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്തിനെ പോലെയുള്ള മറ്റു സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കുന്ന വിഹിതത്തിന്റെ ശതമാനം കണക്കനുസരിച്ച് പോലും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്ന വാദമാണ് തമിഴ്നാടടക്കം ഉയർത്തി കാട്ടുന്നത്. അങ്ങനെ വളരെ ശക്തമായിട്ടുള്ള, ഒരുപക്ഷെ ഈ സമരം നടത്തുന്നത് ഇന്ന് കേരളമാണെങ്കിലും ഈ തമിഴ്നാട് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തമിഴ്നാടിന്റെ പ്രാതിനിധ്യം കൂടുതലായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ഈ ജന്തർ മന്ദറിലെ ഈ വേദി വലിയ രീതിയിൽ വിപുലമായിട്ടുള്ള ഒരു സ്ഥലത്ത് ഈ ജന്തർ മന്ദർ സമരം നടത്താനായിട്ട് തന്നെ സർക്കാർ മാറ്റിവെച്ചിട്ടുള്ള ഒരു മേഖലയാണ് ഡൽഹിയിൽ വേറെ എങ്ങും സമരം നടത്താനായിട്ട് ഇപ്പോൾ അനുവാദം നൽകുന്നില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് ഈ സമര പരിപാടികളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ എത്തുന്ന ആളുകൾക്ക്, സമരത്തിന്റെ ഭാഗമായിട്ട് എത്തുന്ന ആളുകൾക്ക് ഇവിടെ പങ്കെടുക്കാൻ 11 മണി മുതൽ ഏതാണ്ട് 2 മണി വരെ ആയിരിക്കും ഈ സമരം ഇവിടെ ഉണ്ടാവുക. അതിനുശേഷം വാർത്താ സമ്മേളനമൊക്കെ നടത്തി കാര്യങ്ങൾ വിശദീകരിക്കാനായിരിക്കും സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രിയും ഒക്കെ ശ്രമിക്കുന്നത്. ഏതായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങളും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രവിധ രാധാകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് നൽകിയത്. എന്തായാലും കേരളത്തിന്റെ പ്രതിഷേധം ഇന്ന് രാവിലെ 11 മണിക്ക് ഡൽഹിയിൽ ആരംഭിക്കും. വിവിധ പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിന് പിന്തുണയുമായി എത്തും. പക്ഷേ അതേസമയം തന്നെ കോൺഗ്രസ് വിട്ടുനിൽക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ തമിഴ്നാടിന്റെ പ്രതിഷേധവും ഇന്ന് തന്നെ നടക്കുന്നുണ്ട്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.